പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കാസർഗോഡിനെ പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. തുടക്കം മോശമായി കാരണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, തുടക്കമില്ലാതെ ഒടുക്കം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തുടക്കം നന്നായിട്ട് തുടങ്ങണം. അത് നിങ്ങൾക്ക് എൻ്റെ തുടക്കം മോശമായത് അത് നിങ്ങളുടെ മനോഭാവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അല്ലാതെ എൻ്റെ തുടക്കത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ തുടങ്ങിയതും അത് അവസാനിപ്പിക്കുന്നതും നല്ല രീതിയിൽ തന്നെ ആകണമെന്ന് ആഗ്രഹം. എൻ്റെ പ്രയാസങ്ങളും ഉണ്ടേ തന്നെ ഞാനതൊക്കെ നല്ല രീതിയിൽ എടുക്കുന്ന വ്യക്തിയുമാണ്. അതുകൊണ്ട് എന്നെ ആരും തോൽപ്പിക്കാമെന്ന് വിചാരിച്ച് ഇത്തരം മോശം കമൻറ്റുകളൊന്നും ഇടണ്ട. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ സ്വയം നന്നാവാൻ ശ്രമിക്കുക. അതുപോലെ തള്ളെ, നിങ്ങൾക്ക് പ്രായമായില്ലേ, നിങ്ങൾ ചാകാറായി എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളം കുടിക്കുക. വെള്ളം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. പത്തനംതിട്ടയിലേ എൻഡോസൾഫാൻ ഒന്നും കലരാത്ത നല്ല ഒന്നാന്തരം വെള്ളമുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കുടിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കുടിക്കാതല്ല സംസാരിക്കുന്നത്. പ്രിയ സഹോദരൻ, അതുകൊണ്ട് വിഷമിക്കണ്ട. അപ്പം നിങ്ങൾ വെള്ളമില്ലാത്തവർക്കൊക്കെ വെള്ളം കൊണ്ട് കൊടുക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കാൻ നോക്കുക. അതാണ് വേണ്ടത്. എനിക്ക് വെള്ളം തരാൻ നിങ്ങൾ നിൽക്കണ്ട. പിന്നെ ഞാൻ ചാകനോട് പറഞ്ഞത് തള്ളയ്ക്ക് ചാകാറായില്ലേ, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന്. അതായത് ഇനിയും NDA മുന്നണി അധികാരത്തിൽ വന്നാൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. ഞങ്ങൾക്കും ജീവിക്കാതിരിക്കാനുള്ള ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവത്തില്ല. അഫ്ഗാനിസ്ഥാനിലല്ലല്ലോ താങ്കൾ ജീവിക്കുന്നതെന്ന് ഞാൻ മറുപടിയും കൊടുത്തു. ഇതിപ്പോൾ പറയേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മനോഭാവക്കാരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതെന്തെങ്കിലും ആവട്ടെ, എൻ്റെ കാര്യം പറയാൻ വന്ന കാര്യം പറയുവാണെങ്കിൽ കാസർഗോഡ് ഇതുവരെ ഉണ്ടായ വികസനം എന്താണെന്ന് 10 പ്രാവശ്യത്തോളം CPIM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ MP-മാരാണ് പാർലമെൻറ്റിൽ പോയിരുന്നിട്ടുള്ളത്. അപ്പോൾ ഒരു MP-ക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്നും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, അവരുടെ ഫണ്ട് എത്ര ആണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇനി കോൺഗ്രസ്സുകാരും ബാക്കി സമയം മുഴുവൻ അവരും ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ MLA-മാരായിട്ടും MP-മാരായിട്ടും ജയിച്ചു പോയിട്ട് കാസർഗോഡിൻ്റെ വികസനം എന്തായിരുന്നെന്ന് കാസർഗോഡിൻ്റെ ആരോഗ്യ രംഗം എടുത്ത് നോക്കിയാൽ മാത്രം മതി. അവിടെ ഒരു മെഡിക്കൽ കോളേജായിട്ട് ഒരു നല്ല ആശുപത്രി സർക്കാരിൻ്റെ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും. ഇനിയും പ്രൈവറ്റിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ പിന്നെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് അവരുടെ പുനരധിവാസത്തിനും ഒക്കെ കുറേ രൂപ കൊണ്ട് ഗവൺമെൻറ് അതേതൊക്കെ മേഖലയിൽ കൂടെ പോയി കാണും, ഉള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഫണ്ടൊക്കെ അനുവദിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ല. അത് ഏത് തരത്തിൽ ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളത് തലയ്ക്കകത്ത് വെളിവുള്ളവർക്ക് മനസ്സിലാകും. യഥാർത്ഥ കൈകളിൽ അത് എത്തുമോ, അല്ലെങ്കിൽ തന്നെ ദുരിതബാധിതർക്ക് പൈസ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് അവർക്ക് നല്ല ആശുപത്രി സൗകര്യം കൊടുക്കുക. അതുപോലെ ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഏത് കാരണത്താലാണ് എന്നൊരു ഗവേഷണമോ ശരിയായൊരു പഠനമോ കാസർഗോഡ് നടന്നിട്ടില്ലെന്ന് പല പേപ്പറുകളും ഞാൻ അത് സംബന്ധിച്ച് വായിച്ചപ്പോൾ പറയുന്നു. എൻഡോസൾഫാൻ മാത്രമല്ലെന്ന് പല ഗവേഷണങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ് എന്താണ് എന്ന് ആരും മനസ്സിലാക്കിയിട്ടേ ഇല്ല. അപ്പോൾ അതൊരു വിഷയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ആശുപത്രി ഇല്ലാത്തതുകൊണ്ട്, അതുമല്ല മറ്റു പല രോഗങ്ങളും കൊണ്ടും ഈ എൻഡോസൾഫാൻ ദുരിതം ബാധിതരായിട്ടുള്ള കുട്ടികളും വലിയവരുമൊക്കെ അതുകൊണ്ടുണ്ടായ ദുരിതം കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിനുവേണ്ടി ചികിത്സയ്ക്ക് പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് വരാനുള്ള എളുപ്പവഴി നമുക്കറിയാമല്ലോ. തിരുവനന്തപുരത്ത് വരാനുള്ള സൗകര്യമൊക്കെ തീരെ കുറവായിരുന്നു. ഇപ്പോൾ അതിന് മാറ്റം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനിൽ കയറി പെട്ടെന്ന് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങളതിനെയൊക്കെ പുച്ഛിക്കുമെന്ന് എനിക്കറിയാം. ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇനി അടുത്ത കർണാടകയിലോട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട് കോവിഡ് കാലത്തെ അവിടെ അതിർത്തി അടച്ചു കളഞ്ഞു. ചാകാൻ തുടങ്ങിയവരെ മെഡിക്കൽ കോളേജ് മംഗലാപുരത്ത് കൊണ്ടുപോകണം. ഈ കേരളം ആരോഗ്യരംഗത്ത് അങ്ങോട്ട് വളർന്ന് എവിടെ എത്തിയിരിക്കുന്നെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒന്നും പറയണ്ട, എന്തൊരു വളർച്ചയാണെന്നറിയോ. അങ്ങനെ വളർന്നുകൊണ്ടാണ് ഇവിടുത്തുകാരെല്ലാം ചികിത്സിക്കാൻ പുറത്തു പോകുന്നത്. അപ്പോൾ ആ പാവങ്ങൾ മംഗലാപുരത്തോട്ട് ജീവൻ തിരിച്ചു പിടിക്കാനായിട്ട് ഹാർട്ടിന് പ്രശ്നമുള്ളവരോ മറ്റു പ്രശ്നക്കാരോ ഒക്കെ ആ കോവിഡ് കാലം ഏതെങ്കിലും കിട്ടുന്ന വണ്ടി പിടിച്ച് ചെന്നപ്പോഴാണ് മംഗലാപുരത്തുകാരവിടെ അടച്ചു വെച്ച് വേലി കെട്ടി, നിങ്ങളെ കോവിഡ് ഇവിടെ കൂടുതൽ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. എന്തൊരു അന്തസ്സാണ്. അങ്ങനെ അവരുടെ അതിർത്തി അടച്ച കാരണം പോകാൻ പറ്റാത്ത അവസ്ഥ വന്നതൊക്കെ ഇപ്പം അതെല്ലാവരും മറന്നുപോകും. ഇപ്പം എല്ലാം മറന്നുപോകും. ലോകത്തിലേക്കും വലിയ രാജ്യം കേരള രാജ്യമാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. പിന്നെ ബാക്കി ഇന്ത്യയിൽ അല്ലെ ഭാരതത്തിൽ ബാക്കി ഒരു സംസ്ഥാനവും ഇല്ല, അവിടെ ആരും ജനങ്ങളും ജീവിക്കുന്നില്ല, അവർ ആർക്കും കഴിവുമില്ല, മിടുക്കുമില്ല, ബുദ്ധിയില്ല എന്നാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു ചിന്താഗതി. അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട. അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നല്ലൊരു ആശുപത്രി പോലും ഇല്ലാത്ത ഈ കാസർഗോഡിന് വേണ്ടി, അതിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി എന്താണ് പഴയ MP-മാർ ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കുക. ഒരു കാര്യം, കാസർഗോഡ് എല്ലാ തരത്തിലും
നല്ല നല്ല പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ്. അവിടെ ഭാഷാ വൈവിധ്യം 8 ഭാഷയൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്ന പല ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങളും അധിനിവേശത്തിൻ്റെ സ്മാരകങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ തരത്തിലും സമ്പന്നമായിട്ടുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. പക്ഷേ അതിനെ വേണ്ട രീതിയിൽ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. അവിടുന്ന് പോകുന്ന എം പിമാരും അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. എം പിമാരൊക്കെ ജയിച്ചു പോകുന്നു, നമ്മൾ വോട്ട് ചെയ്യുന്നത് നമുക്ക് എന്താ വേണം, ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നല്ല. ഇനിയുള്ള കാലം നമ്മൾ ചിന്തിക്കണം. നമുക്ക് കൂടെ പ്രയോജനത്തിനാണ് നമ്മുടെ വോട്ടവകാശം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും വേവലാതികളും ആവലാതികളും പരാതികളും സങ്കടവും ഒക്കെ കേൾക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മെമ്പറോ ഒക്കെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ക്ലിയർ എനിക്കറിയാൻ വയ്യ. എന്തായാലും അവർ രാഷ്ട്രീയത്തിലുണ്ട്. ML അശ്വിനി എന്ന് പറയുന്ന ആ സ്ത്രീരത്നത്തെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനമുണ്ടാകും. അതല്ല, രാഷ്ട്രീയ പാരമ്പര്യം വെച്ചും ഒരുപാട് പ്രാവശ്യം ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വ്യക്തികളെന്ന നിലയ്ക്ക് നിങ്ങൾ രാഷ്ട്രീയ പേര് കേട്ട പ്രശസ്തരായ രാഷ്ട്രീയക്കാരാണെന്ന് ശരിയാ, ചാനലിൽ വന്നിരുന്ന് അലിച്ചു കൂവി എല്ലാവരും പ്രശസ്തരാകും. പിന്നെ വിരലിൽ എണ്ണാവുന്ന ഒരു ഗ്രൂപ്പായിട്ട് ചുരുങ്ങി പോകുമ്പോഴും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ എല്ലാവരും അറിയും. ആപ്പാടെ എത്ര പേരല്ലേ ഉള്ളൂ, തീർച്ചയായിട്ടും അറിയപ്പെടും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ നിങ്ങൾ ജയിപ്പിച്ചാലും നിങ്ങൾക്ക് ഗുണമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയ കാസർഗോട്ടുകാരെ നിങ്ങൾക്ക് കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കാസർഗോഡിന് എല്ലാവിധ ആശംസകളും. ഒരു NDA സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ML അശ്വിനിയെ ജയിപ്പിച്ചു വിടുക. തീർച്ചയായിട്ടും കാസർഗോഡിൻ്റെ വികസനം അശ്വിനിയിലൂടെയെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരവസരം കൊടുക്കൂ. ഇതുവരെ നമ്മൾ ബാക്കി എല്ലാവരെയും പരീക്ഷിച്ചില്ലേ? ആരെയും പുതിയ ആളുകളെ ഞാൻ കടത്തി വിടുകയില്ല എന്ന് ധരിച്ച് ഓരോരുത്തരും തോളെ കയറി ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. യുവജനങ്ങളെയും വിടത്തില്ല, ഞാൻ തന്നെ, എനിക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ അണികളും സ്ഥാനാർത്ഥികളും ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് ഇന്ന് അടുത്ത ആളിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം. അതേതായാലും ഒഴിഞ്ഞു കൊടുക്കത്തില്ല. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിർത്തത്തുള്ളൂ. അവരെന്തോ ചെയ്തോ ഇല്ലയോ അത് നോക്കുന്നില്ല. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലായിടത്തും ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളുടെ സേവനത്തിൻ്റെ വില നോക്കിയിട്ടോ ആ മെറിറ്റ് അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. ചിലയിടത്തൊക്കെ നമുക്ക് അല്ലാതെയും തെറ്റുപറ്റാം. അങ്ങനെ തെറ്റുപറ്റാതിരിക്കാൻ കാസർഗോട്ടുകാർ ചിന്തിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമസ്കാരം ഒരിക്കൽ കൂടി.